എവിടെ ചെന്നാൽ ഈ സ്വഭാവം മാറ്റരുത് കേട്ടോ. അല്ല, എവിടെ പിറന്നാളുകാരൻ? അകത്ത് കിടന്നോണ്ടേ ചായ ചോദിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാൻ വേണ്ടി എടുക്കുക. ആ എങ്കി അവനുള്ള ചായ ഞാൻ കൂട്ടിക്കോളാം. ആ നീ ഇങ്ങോട്ട് മാറിക്കേ. ഒരു നാഥനില്ലാത്ത കളരിയായി കുടുംബശ്രീ ഹോട്ടൽ മാറരുതെന്ന് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഗോപാലകൃഷ്ണൻ സ്വയം ഹോട്ടലിന്റെ നടത്തിപ്പിനായി തുനിഞ്ഞിറങ്ങിയെന്ന് മനസ്സിലാക്കിയപ്പോ പ്രാർത്ഥന ഫലിച്ചു എന്ന് തന്നെ പറയാം. ശാന്തേ, ഒരു ചായ ആയിക്കോട്ടെ, മധുരാധികം വേണ്ട. ആ ശരി. കുറുപ്പ് സാറിന് അറിയാലോ, ഒന്നും കരുതി വെച്ചുകൊണ്ടുള്ളൊരു ജീവിതമായിരുന്നില്ലല്ലോ എൻ്റേത്. സ്വന്തം കാര്യം നോക്കിയുള്ളൊരു പോക്ക്. ഇന്നിപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. ഒരുപാട് സഹിച്ചും ക്ഷമിച്ചുമാണ് ശാരദ ഈ കുടുംബം ഇങ്ങനെ ആക്കിയത്. 3 പെൺകുട്ടികളെയും വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിക്കാൻ ശാരദ കുറച്ചൊന്നുമല്ലല്ലോ കഷ്ടപ്പെട്ടത്. മാഷേ, ചായ. ജീവിതത്തിൽ ശാരദയ്ക്ക് വാശിയുണ്ടാക്കാൻ മാത്രമേ ഞാനൊരു കാരണക്കാരനായുള്ളൂ. അല്ലാതെ കുട്ടികൾക്ക് വേണ്ടിയോ ശാരദയ്ക്ക് വേണ്ടിയോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കാൻ എനിക്കാവില്ല. അത് നന്നായി ഗോപാലകൃഷ്ണ. സ്വയം ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതുവരെ നമ്മൾ എന്തായിരുന്നു എന്നല്ല, ഇനി നമ്മൾ എന്താകണം, എങ്ങനെ ആകണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു തുടക്ക. പിന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഗോപാലകൃഷ്ണ? ശാരികയ്ക്ക് പറയത്തക്ക ക്ഷീണമൊന്നുമില്ലല്ലോ? കുഞ്ഞിനെ കാണാനോ ഒപ്പം കൂട്ടത്തിൽ കിടത്താനോ കഴിയാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. അത് പിന്നെ ജീവനോടെ കിട്ടില്ല എന്ന് പറഞ്ഞൊരു കുഞ്ഞല്ലേ, ഇങ്ങനെയെങ്കിലും കയ്യിലേക്ക് തന്നില്ലേ. കുറച്ച് കാശ് മുടക്കേണ്ടി വരുമായിരിക്കും, എന്നാലും മറ്റാപത്തുകളൊന്നും ഉണ്ടാക്കി വെച്ചില്ലല്ലോ. ജീവിതത്തില് പല പരീക്ഷണങ്ങളും ഉണ്ടാവും. ആ പരീക്ഷണങ്ങളെ അതിജീവിച്ച് മുന്നേറുമ്പോഴാണല്ലോ നമുക്ക് നമ്മളായി അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്നത്. നിങ്ങള് ഈ പരീക്ഷണവും നിസ്സാരമായി അതിജീവിക്കും ഗോപാലകൃഷ്ണ. കുഞ്ഞിനെയും തള്ളയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ രക്ഷിച്ച് നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യും. കാരണം നിങ്ങളിപ്പോ നല്ലൊരു മനുഷ്യനായിരിക്കുകയാണ്. മറ്റുള്ളവരിൽ അസൂയ ഉണ്ടാവുന്ന തരത്തിലേക്ക് നിങ്ങൾക്കിനി മാറാനും കഴിയും. ഈ കട നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം കുറുപ്പ് സാറേ. എന്നാലേ ഞങ്ങൾക്കിനി അല്ലലില്ലാതെ ജീവിച്ചു പോകാനാവൂ. അല്ല, ശാരദാമ്മ ഇപ്പൊ എവിടെയാ ഗോപാലകൃഷ്ണ? ഈ നാടും വീടും വിട്ട് ശാരദാമ്മയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ? ഈ അഗ്നിയാണ് സത്യം. ഭഗവാന്റെ മുന്നിൽ നിന്നല്ലേ ഞാനീ പറയുന്നത്. ശാരദ തിരിച്ചു വരും. ആളുകൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ കുടുംബശ്രീ വിട്ട ആൾക്ക് ഇനി എവിടേക്കും മാറി നിൽക്കാനാവില്ല. കാരണം ഇത് ശാരദയുടെ കടയാ, കുടുംബശ്രീ ശാരദയുടെ കട. ചായ വെക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായല്ലോ, ഇതുവരെ ചായ ആയില്ലേ? അതെ,
എനിക്ക് 100 കൈയൊന്നുമില്ല, ആകെപ്പാടെ 2 കൈയേ ഉള്ളൂ. അതുമല്ല, ഒരല്പം വൃത്തിയിലും വെടുപ്പിലും ഒക്കെയാ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഒരല്പം താമസമൊക്കെ ഉണ്ടാവും. എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ട, ആ ശിവേട്ടനെങ്കിലും ഒരു ഗ്ലാസ് ചായ കൊടുത്താ മതി. പാവം, ചായ ചോദിച്ചിട്ടേ കുറെ നേരമായി, എഴുന്നേക്കത് അവിടെ കിടക്കുന്നു. എപ്പോ ഉണ്ടാക്കി തരുന്നു എന്നതിലല്ല, എങ്ങനെ ഉണ്ടാക്കി തരുന്നു എന്നതിലാ ചായയുടെ മഹത്വം. അത് ഈ ചായ കുടിക്കുമ്പോ മനസ്സിലായിക്കോളൂ. ഉച്ചയ്ക്ക് മുമ്പെങ്കിലും റെഡിയായ മതിയായിരുന്നു. ചന്ദ്ര, ചായ ആയില്ലേ? ദാ ഇപ്പൊ ആവേട്ടാ. നീ അതാരാ നോക്കി? ശിവനും ചന്ദ്രനും താമസിക്കുന്നത് ഇവിടെ തന്നെയല്ലേ? ആ, ഈ വീട്ടിൽ തന്നെ. ഞാൻ അവരുടെ അമ്മയാ. അമ്മയെ കുറിച്ച് ചന്ദ്ര എപ്പോഴും പറയാറുണ്ട്. ചന്ദ്രേ, ഇതാരാ വന്നേക്കുന്ന നോക്കേ. നീ എന്നെ കൊണ്ട് ഈ ചായ ഒന്ന് മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ സമ്മതിക്കില്ലല്ലേ? അമ്മ വാ, അവള് രാവിലെ മുതൽ ചായ ഉണ്ടാക്കാനുള്ള യുദ്ധത്തിലാ. അത് ശരി, ഇവിടെ അവള് ചായയൊക്കെ ഉണ്ടാക്കോ? പിന്നെ ഉണ്ടാക്കുന്നത് ചായയാണെന്ന് അവള് പറയുന്നത്. പക്ഷെ ഞങ്ങളാരും അത് സമ്മതിച്ചു കൊടുക്കാറില്ല. അവിടെ അടുക്കള കയറി ഒരു കൈസഹായം ചെയ്യാത്ത ആളാ. ഇവിടെ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ആങ്ങളയ്ക്കും പെങ്ങൾക്കും എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കണ്ടേ. അമ്മ വാ. ആ, മോളെ. അമ്മയോ? അമ്മ എന്താ ഇത് അമ്പലത്തിന്ന്? ഈ വീട്ടിലാണോ നിങ്ങൾ താമസിക്കുന്നേ? അതെ. എന്താ അമ്മ ഇതൊരു അറിയിപ്പും ഇല്ലാതെ? അച്ഛൻ അറിഞ്ഞിട്ടാണോ വന്നത്? അച്ഛൻ അറിഞ്ഞാ വിടുന്ന് തോന്നുന്നുണ്ടോ മോളെ? ഇന്ന് പിന്നെ ശിവന്റെ പിറന്നാൾ കൂടിയല്ലേ, അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയതാ. വഴിപാട് കഴിച്ചപ്പോ അത് 2 പേർക്കും കൊണ്ടുവന്ന് തരണോന്ന് തോന്നി. ആ, നീ കുളിച്ചോ? ഏയ് ഇല്ല, അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ദേ, ഒരൊറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. എവിടെ ചെന്നാൽ ഈ സ്വഭാവം മാറ്റരുത് കേട്ടോ. അല്ല, എവിടെ പിറന്നാളുകാരൻ? അകത്ത് കിടന്നോണ്ടേ ചായ ചോദിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാൻ വേണ്ടി എടുക്കുക. ആ, എങ്കി അവനുള്ള ചായ ഞാൻ കൂട്ടിക്കോളാം. ആ, നീ ഇങ്ങോട്ട് മാറിക്കേ. ദാ, അപ്പൊ ഇന്ന് പിറന്നാൾ സദ്യ ഉണ്ടാക്കണം അല്ലേ? പിന്നെ അല്ലാതെ, അതൊക്കെ ഉണ്ടാക്കി എന്റെ മോന് കൊടുത്തിട്ടേ ഞാൻ ഇന്ന് ഇവിടുന്ന് പോവും.